നമസ്കാരം. ഡ്രൈവ് വിത്ത് വിനീതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാറുകളുമായി ബന്ധപ്പെട്ട് ഈ അടുത്തായി കൂടുതൽ കേട്ടുവരുന്ന ചില വാക്കുകളാണ് ക്രാഷ് ടെസ്റ്റ്, സ്റ്റാർ റേറ്റിംഗ് അഥവാ സേഫ്റ്റി റേറ്റിംഗ് തുടങ്ങിയവ. എന്താണ് ഈ സേഫ്റ്റി റേറ്റിംഗ്, എങ്ങനെയാണിത് കണക്കാക്കുന്നത്, ആരാണിത് നടത്തുന്നത് എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക. ആദ്യം തന്നെ എന്താണ് സേഫ്റ്റി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സേഫ്റ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാഹനങ്ങളുടെ സേഫ്റ്റി അല്ല, മറിച്ച് അതിൽ യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സിൻ്റെ സേഫ്റ്റിയാണ്. പാസഞ്ചേഴ്സ് തന്നെ അഡൽട്ടായും ചിൽഡ്രൻസ് ആയിട്ടും കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2 സേഫ്റ്റി റേറ്റിംഗ്സ് കൊടുക്കാറുണ്ട്. പക്ഷെ പറയുമ്പോൾ അഡൽട്ടി സേഫ്റ്റി റേറ്റിംഗ് ആണ് പറയുക. സേഫ്റ്റി റേറ്റിംഗിൻ്റെ വാല്യൂസ് 5 സ്റ്റാർ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് 5 സ്റ്റാറുള്ളൊരു വാഹനത്തിന് മാക്സിമം സേഫ്റ്റി എന്നും 0 സ്റ്റാറുള്ളൊരു വാഹനത്തിന് വളരെ കുറഞ്ഞ സേഫ്റ്റി എന്നുമാണ് കണക്കാക്കുന്നത്. ഇനി ആരാണ് ഈ സേഫ്റ്റി ടെസ്റ്റുകൾ നടത്തുന്നതെന്ന് നോക്കാം. NCAP, ന്യൂ കാർ അസസ്മെൻറ്റ് പ്രോഗ്രാം എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, മാർക്കറ്റിൽ ഇറങ്ങുന്ന പുതിയ കാറുകളുടെ സേഫ്റ്റി അസസ് ചെയ്യുകയും സേഫർ കാർസ് മാർക്കറ്റിലേക്ക് ഇറക്കാൻ മാനുഫാക്ചേഴ്സിനെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിക്കുകയും ചെയ്യുന്നതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. ഇതൊരു നോൺ പ്രോഫിറ്റബിൾ ഏജൻസിയാണ്. ഈ NCAP പല റീജിയനുകളിലായി തിരിച്ചിട്ടുണ്ട്. അതായത് യൂറോപ്പിൽ ഇറങ്ങുന്ന കാറുകളുടെ സേഫ്റ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി Euro-NCAP എന്നും, അതുപോലെ അമേരിക്കയിൽ ഇറങ്ങുന്ന കാറുകൾക്ക് വേണ്ടി US NCAP, ജപ്പാനിൽ വേണ്ടി J-NCAP, അതുപോലെ തന്നെ ചൈനയ്ക്ക് വേണ്ടി C-NCAP, ലാറ്റിൻ അമേരിക്കൻ കാറുകൾക്ക് Latin-NCAP, അതുപോലെ തന്നെ ഓസ്ട്രേലേഷ്യൻ കാറുകൾക്ക്, അതായത് ഓസ്ട്രേലിയ ന്യൂസിലാൻഡിൽ ഇറങ്ങുന്ന കാറുകൾക്ക് AN-NCAP, അതുപോലെ തന്നെ ആസിയാൻ രാജ്യങ്ങളിലുള്ള കാറുകൾക്ക് ആസിയാൻ NCAP, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ഏജൻസികളാണ് വാഹനങ്ങളുടെ സേഫ്റ്റി ടെസ്റ്റുകൾ നടത്താറുള്ളത്. നമുക്കറിയാം, ലോകത്തിലെ തന്നെ 6ാമത്തെ വലിയ കാർ വിപണിയാണ് ഇന്ത്യ. പക്ഷേ നമുക്ക് ഇതുപോലെ ഒരു സംവിധാനം നിലവിൽ ഫലപ്രദമായി ഇല്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയാണ് 2014 ഗ്ലോബൽ NCAP എന്ന നോൺ പ്രോഫിറ്റബിൾ ഏജൻസി ഇന്ത്യയിലെ കുറച്ച് കാറുകളുടെ ക്രാഷ് ടെസ്റ്റ് റിപ്പോർട്ട്സ് പുറത്തുവിട്ടത്. ഗ്ലോബൽ NCAP നമ്മൾ നേരത്തെ പറഞ്ഞ Euro-NCAP ഒക്കെ പോലെ തന്നെ ഉള്ള ഒരു ഏജൻസിയാണ്. പക്ഷേ ഗ്ലോബൽ NCAP ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യയിലെയും ആഫ്രിക്കയിലെയും കാറുകളുടെ സേഫ്റ്റിയാണ്. സേഫർ കാർസ് ഫോർ ഇന്ത്യ, സേഫർ കാർസ് ഫോർ ആഫ്രിക്ക എന്നതാണ് ഇവരുടെ മുദ്രാവാക്യം. 2014 ഗ്ലോബൽ NCAP പുറത്തുവിട്ട ചില ഇന്ത്യൻ കാറുകളുടെ ക്രാഷ് ടെസ്റ്റ് റിപ്പോർട്ട് പല മാനുഫാക്ചേഴ്സിൻ്റെയും കാറുകളുടെ സേഫ്റ്റി തുറന്നുകാട്ടി. അങ്ങനെ ഇന്ത്യക്കും ഇതുപോലെ ഒരു അസസ്മെൻറ്റ് പ്രോഗ്രാം വേണമെന്ന ചിന്ത ആദ്യമായി ഉരുത്തിരിഞ്ഞത്. അങ്ങനെ BNVSAP എന്നൊരു പ്രോഗ്രാം പ്രപ്പോസ് ചെയ്തു. ഭാരത് ന്യൂ വെഹിക്കിൾ സേഫ്റ്റി അസസ്മെൻറ്റ് പ്രോഗ്രാം എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. ഇത് ഈ അടുത്ത് തന്നെ നിലവിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി എന്താണ് ക്രാഷ് ടെസ്റ്റ് എന്ന് നോക്കാം. കാറുകളുടെ സേഫ്റ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വാഹനം ഇടിപ്പിച്ച് നോക്കി ടെസ്റ്റ് ചെയ്യുന്നതാണ് ക്രാഷ് ടെസ്റ്റ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിലൂടെ വാഹനത്തിന് സേഫ്റ്റി അല്ല, മറിച്ച് അതിനുള്ളിലുള്ള ആളുകളുടെ സേഫ്റ്റിയാണ് മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടി പാസഞ്ചേഴ്സിൻ്റെ രൂപത്തിലുള്ള ഡമ്മികൾ സീറ്റിൽ ഇരുത്തിയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഈ ഡമ്മികളിൽ സെൻസറുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ എത്രത്തോളം പരിക്കുകൾ പറ്റിയിട്ടുണ്ട് എന്നറിയുന്നതിന് വേണ്ടിയാണിത്. ഇങ്ങനെ ഈ ഡമ്മികളുടെ പരിക്കനുസരിച്ചാണ് സേഫ്റ്റി കണക്കാക്കുന്നത്. ഇനി ക്രാഷ് ടെസ്റ്റിൽ ഉൾപ്പെടുന്ന പ്രധാന ടെസ്റ്റുകൾ ഏതൊക്കെ എന്ന് നോക്കാം. ആദ്യത്തെയാണ് ഫ്രണ്ടൽ ക്രാഷ് ടെസ്റ്റ്. നേർക്കുനേർ 2 വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ മനസ്സിലാക്കാനാണ് ഈ ടെസ്റ്റ്. പക്ഷേ 2 വാഹനങ്ങൾക്ക് പകരം ടെസ്റ്റ് ചെയ്യുന്ന കാർ ഒരു തടസ്സത്തിൽ ഒരു നിശ്ചിത സ്പീഡിൽ കൊണ്ട് ഇടിപ്പിച്ചാണ് ഈ ടെസ്റ്റ് നടത്തുന്നത്. ഗ്ലോബൽ NCAPയിൽ ഈ സ്പീഡ് 64 km/h ആണ്. ഇത് 2 വാഹനങ്ങൾ 50 km/h സ്പീഡിൽ നേർക്കുനേർ ഇടിച്ചാലുണ്ടാകുന്ന അവസ്ഥയ്ക്ക് സമാനമാണ്. അടുത്തതാണ് സൈഡ് ഇമ്പാക്ട് ടെസ്റ്റ്. സൈഡിൽ നിന്നുണ്ടാകുന്ന ഇടിയുടെ ആഘാതത്തിൽ എത്രത്തോളം അപകടം സംഭവിക്കുന്നു എന്ന് ടെസ്റ്റ് ചെയ്യാനാണ് ഈ ടെസ്റ്റ്. പിന്നെയുള്ളത് റോൾ ഓവർ ടെസ്റ്റ്. വാഹനം മറിഞ്ഞുണ്ടാകുന്ന അപകടം ടെസ്റ്റ് ചെയ്യാനാണ് റോൾ ഓവർ ടെസ്റ്റ് നടത്തുന്നത്. പിന്നെ ഈ അടുത്തായി വന്ന ടെസ്റ്റാണ് ഓഫ്സെറ്റ് ഫ്രണ്ടൽ ക്രാഷ് ടെസ്റ്റ്. വാഹനം നേർക്കുനേർ ഇടിക്കുന്നതിന് പകരം ഫ്രണ്ടിലെ ഒരു സൈഡ് മാത്രം ഇടിപ്പിക്കുന്ന രീതിയാണ് ഇത്. ഇത് കൂടാതെ മറ്റൊരുപാട് ടെസ്റ്റുകൾ പല NCAPകൾ ചെയ്യുന്നുമുണ്ട്. ഇനി എങ്ങനെയാണ് സ്റ്റാർ റേറ്റിംഗ്സ് കൊടുക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ പറഞ്ഞിരുന്നു, 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള ഒരു വാഹനത്തിന് മാക്സിമം സേഫ്റ്റിയും 0 സ്റ്റാർ ഉള്ള വണ്ടിക്ക് ഏറ്റവും കുറഞ്ഞ സേഫ്റ്റിയുമാണ് ഉള്ളത്. പോയിന്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സേഫ്റ്റി റേറ്റിംഗ്സ് കൊടുക്കാറുള്ളത്. ഓരോ സേഫ്റ്റി ഫീച്ചേഴ്സിനും ഓരോ പോയിന്റ് കൊടുക്കും. ഉദാഹരണത്തിന് എയർ ബാഗുകൾക്ക് ഒരു നിശ്ചിത പോയിന്റ് ഉണ്ട്. എയർ ബാഗുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഈ പോയിന്റും കൂടും. അതുപോലെ ABS, സീറ്റ് ബെൽറ്റ് റിമൈൻഡർ എന്നൊക്കെയുള്ള ഓരോ സേഫ്റ്റി ഫീച്ചേഴ്സിനും ഇതുപോലെ പോയിന്റ് ഉണ്ട്. ഗ്ലോബൽ NCAP അഡൾട്ട് സേഫ്റ്റി 17 പോയിന്റിലാണ് കണക്കാക്കുന്നത്. 14 പോയിന്റിന് മുകളിൽ ലഭിക്കുന്ന വാഹനത്തിന് 5 സ്റ്റാർ റേറ്റിംഗും 11നും 14നും ഇടയിലുള്ള പോയിന്റ് ലഭിക്കുന്ന വാഹനത്തിന് 4 സ്റ്റാറും, അതുപോലെ തന്നെ 8നും 11നും ഇടയിൽ പോയിന്റ് ലഭിക്കുന്ന വാഹനത്തിന് 3 സ്റ്റാറുമാകും ഉണ്ടാവാറ്. 5നും 7നും ഇടയിൽ പോയിന്റ് ലഭിച്ചൊരു വാഹനത്തിന് 2 സ്റ്റാർ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ 2നും 5നും ഇടയിലുള്ള വാഹനത്തിന് 1 സ്റ്റാർ റേറ്റിംഗും അതിന് താഴെയുള്ള വാഹനത്തിന് 0 സ്റ്റാർ റേറ്റിംഗും മാത്രമേ ലഭിക്കുകയുള്ളൂ.
ഇതുപോലെ തന്നെ ചൈൽഡ് സേഫ്റ്റിക്കും പോയിന്റുകളുണ്ട്. ഗ്ലോബൽ NCAP 49-ലാണ് ഈ പോയിന്റുകൾ കണക്കാക്കുന്നത്. അഡൾട്ട് സേഫ്റ്റി റേറ്റിംഗ് പോയിന്റ്സ് പോലെ തന്നെ കുട്ടികൾക്കും സേഫ്റ്റി ഫീച്ചേഴ്സിനുള്ള പോയിന്റ്സ് ആണ് ഇത്. 46-ന് മുകളിൽ ആണ് പോയിന്റെങ്കിൽ 5 സ്റ്റാർ ലഭിക്കും. അതുപോലെ തന്നെ 37-നും 46-നും ഇടയിൽ പോയിന്റുള്ള വാഹനത്തിന് 4 സ്റ്റാറും 25-നും 37-നും ഇടയിൽ പോയിന്റുള്ള വാഹനങ്ങൾക്ക് 3 സ്റ്റാറും ലഭിക്കും. ഇനി 13-നും 25-നും ഇടയിലാണ് പോയിന്റെങ്കിൽ 2 സ്റ്റാറും 0.01-നും 13-നും ഇടയിലാണ് വാഹനത്തിന് കിട്ടിയ പോയിന്റെങ്കിൽ 1 സ്റ്റാർ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതിന് താഴെ 1 പോയിന്റ് പോലും ഇല്ലാത്ത വാഹനങ്ങൾക്ക് 0 സ്റ്റാർ മാത്രമേ കിട്ടുകയുള്ളൂ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ABSും എയർ ബാഗും ഒന്നും ബേസ് മോഡലുകൾ തൊട്ട് പ്രൊവൈഡ് ചെയ്യാതിരുന്ന കാലത്ത് ഫോക്സ്വാഗൻ്റെ പോളോയ്ക്കും അതുപോലെ തന്നെ ടാറ്റ സെസ്റ്റ് എന്ന മോഡലിനും ഗ്ലോബൽ NCAPയിൽ 0 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഈ കാറുകളുടെ ബേസ് മോഡൽ ടെസ്റ്റ് ചെയ്തപ്പോഴായിരുന്നു ഈ റിപ്പോർട്ട്. ഗ്ലോബൽ NCAP എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നത് ബേസ് മോഡൽ വാഹനങ്ങളാണ്. അന്ന് ഈ വാഹനങ്ങൾക്ക് ബേസ് മോഡലിൽ എയർ ബാഗുകൾ ഇല്ലാതിരുന്ന കാരണത്താലാണ് 0 സ്റ്റാർ കിട്ടിയത്. പിന്നീട് ഫോക്സ്വാഗനും ടാറ്റയും അവരുടെ പോളോയും സെസ്റ്റിൻ്റെയും ടോപ്പ് എൻഡ് മോഡൽ ടെസ്റ്റിന് അയക്കുകയും 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ലഭിക്കുകയും ചെയ്തു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് പല കമ്പനികളും അവരുടെ വാഹനങ്ങളുടെ ബേസ് മോഡൽ തൊട്ട് ABS എയർ ബാഗ് പോലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് നൽകാൻ തീരുമാനിച്ചതും. ഇതുതന്നെയാണ് എല്ലാ NCAPകളും ഉദ്ദേശിക്കുന്നതും. അമേരിക്കയിൽ പുറത്തിറങ്ങുന്ന വാഹനങ്ങളിൽ US NCAP സ്റ്റാർ റേറ്റിംഗ് നിർബന്ധമായും പതിച്ചിരിക്കണം എന്ന് നിയമമുണ്ട്. യൂറോപ്പിൽ ഇത് നിർബന്ധമല്ലെങ്കിലും 80% വാഹനങ്ങളിലും സ്റ്റാർ റേറ്റിംഗ് പതിപ്പിച്ചിരിക്കുന്നതായി കാണാം. ഇന്ത്യയിലും ഇങ്ങനെ ഒരു മാറ്റം ഈ അടുത്തായി നമ്മൾ കണ്ടുവരുന്നുണ്ട്. പല കമ്പനികളും ഇപ്പോൾ തന്നെ സേഫ്റ്റി ഒരു മുഖ്യ വിഷയമായി എടുത്തു തുടങ്ങി. ഇന്ത്യൻ കമ്പനികളായ ടാറ്റയും മഹീന്ദ്രയും പല വിദേശ കമ്പനികളെക്കാളും സേഫ് ആയിട്ടുള്ള കാറുകൾ വിപണിയിൽ എത്തിക്കുന്നത് ഇതിന് തെളിവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കണ്ട. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.